കാക്കനാട് തെങ്ങോട് സ്വദേശിയായ ജിഷ്ണു രാഖി ദമ്പതികളുടെ 2 മക്കളിൽ മൂത്തയാളാണ് 5 വയസ്സുകാരനായ UKG വിദ്യാർത്ഥി ഗൗതം വിഷ്ണു. ഇരു കൈകളും ബന്ധിച്ചാണ് ഗൗതം പെരിയാർ നദി നീന്തിക്കടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ആലുവ മണപ്പുറം മണ്ഡപം കടവിൽ സിനിമാ താരം ബേസിൽ തോമസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ആരംഭിച്ച നീന്തൽ 55 മിനിറ്റിനു ശേഷം ബേസിൽ തോമസും വാളാശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ്ബ് അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. പ്രശസ്ത നീന്തൽ പരിശീലകനായ സജി വാളാശ്ശേരിയാണ് ഗൗതമിനെ നീന്തൽ പരിശീലിപ്പിക്കുന്നത്. ഏതൊരാൾക്കും വളരെ എളുപ്പം നീന്തൽ പഠിക്കുവാൻ സാധിക്കുമെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നീന്തൽ പരിപാടി നടത്തിയതെന്ന് സജി പറഞ്ഞു. ചെറിയ കുട്ടികൾക്ക് പോലും മുങ്ങി മരിക്കേണ്ട കാര്യമില്ല. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നീന്താം എന്നുള്ളതാണ് ഗൗതം തെളിയിച്ചിരിക്കുന്നത്. മകനെക്കുറിച്ച് അഭിമാനം തോന്നുന്നു എന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു. ഗൗതം നീന്തൽ കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ പ്രാക്ടീസ് ഉള്ള കാരണം വലിയ പേടിയൊന്നുമില്ല. പിന്നെ സുരക്ഷയും കാര്യങ്ങളും ഉള്ള കാരണം നമുക്ക് ടെൻഷൻ തോന്നിയില്ല. സന്തോഷം, നല്ല അഭിമാനം തോന്നുന്നു അതിനെക്കുറിച്ച്. കാരണം നമുക്കറിയാൻ വയ്യാത്തൊരു സാധനമാണ് നീന്തൽ. അത് ഇക്കാലത്ത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നീന്തൽ. അത് മകൻ ചെയ്യുന്ന കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. 15 വർഷം കൊണ്ട് 8600ഓളം പേര് സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുകയും അതിൽ തന്നെ 2000ഓളം പേർ പെരിയാറിൻ്റെ കുറുകെ നീന്തുകയും ചെയ്തു. 10ഓളം ഭിന്നശേഷിക്കാരെയും നീന്തൽ പരിശീലിപ്പിച്ചതിൽ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ വർഷവും നവംബർ 1-ന് ആരംഭിച്ചു മെയ് 31-ന് അവസാനിക്കുന്ന ഈ സൗജന്യ നീന്തൽ പരിശീലനത്തിന് നീന്തൽ അറിയാത്ത ഏതൊരാൾക്കും വന്നു പരിശീലിക്കാവുന്നതാണ്. രാവിലെ 5:30-ന് ആരംഭിച്ച് 8-ന് അവസാനിക്കുന്ന രീതിയിലാണ് പരിശീലന ക്ലാസുകൾ നടക്കുന്നത്. തുടർച്ചയായി വരുവാൻ സാധിക്കാത്തവർ സാധിക്കുന്ന എല്ലാ ദിവസവും വന്ന് നീന്തൽ പരിശീലിക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.